കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൈന്യം ജമ്മു മേഖലയിൽ അത്തരമൊരു നീക്കം കൂടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റും ഒപ്പം തന്നെ ഭീകരർ നുഴഞ്ഞു കയറുന്നതിന് മുമ്പായി വന്ന് ഒത്തുചേരുന്ന ലോഞ്ച് പാഡുകളും ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ BSF അത്തരമൊരു നീക്കം നടത്തിയിരുന്നു. 9 ഭീകരരെ കൊല്ലപ്പെടുത്തിയിരുന്നു. ഇവർ ജെയ്ഷ് മുഹമ്മദ് ആണ് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ പോസ്റ്റുകളും ഒപ്പം തന്നെ ഭീകര ലോഞ്ച് പാഡും ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഭീകരരെ പാക് പട്ടാളം തന്നെയാണ് ഇന്ത്യയിലേക്ക് കയറ്റിവിടാൻ സഹായിക്കുന്നത്. അപ്പോൾ അത്തരമൊരു നീക്കം കൂടി ഇപ്പോൾ സൈന്യം തകർത്തിരിക്കുകയാണ്. ഓരോ മേഖലയും വളരെ കൃത്യമായി അളന്ന് കുറിച്ചുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനിടയിൽ പാക് ഡ്രോണ് അത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് വെടിവെച്ചിട്ട പാക് ഡ്രോണിന്റെ ദൃശ്യങ്ങളടക്കം അമൃത്സറിലെ വാദല വില്ലേജിൽ കണ്ടെത്തി എന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തും. അങ്ങനെ നിർണായകമായ ഓരോ നീക്കങ്ങളും ഇതാണ് ആ ദൃശ്യങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ അത് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് അമൃത്സറിന്റെ സമീപത്തുള്ള വില്ലേജിൽ ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തു, വെടിവെച്ചിട്ടതാണ്. അവിടെ കണ്ടെടുത്ത ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണ്. ഡ്രോണുകൾ പറന്ന് ഇന്ത്യനകത്ത് കടക്കുമ്പോൾ തന്നെ വെടിവെച്ചിടുന്നു എന്നുള്ളതാണ്. നേരത്തെ മുൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ ഡ്രോണുകൾ ഉപയോഗിക്കാം. നമ്മുടെ തന്ത്രപ്രധാന മേഖലകൾ കടന്നു എന്ന് അതിൻ്റെ ചിത്രങ്ങൾ പകർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പക്ഷേ അതിലുപയോഗിക്കുന്ന പശ്ചാത്തലമുണ്ടാകും. ഡ്രോണുകൾ നൂറുകണക്കിന് ഒരുമിച്ച് പറപ്പിച്ച് സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവയൊന്നും കൃത്യമായി ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിനിടയിലാണ് 10 മണിക്ക്, അതായത് ഏതാണ്ട് 1.25 മണിക്കൂറിന് ശേഷം, 1 മണിക്കൂർ 10 മിനിറ്റിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്തമായി വിളിച്ചിരിക്കുന്നത്. അത് ഏറെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അസാധാരണമായ വാർത്താ സമ്മേളനം തന്നെയായി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. കാരണം ഇതുവരെ നമ്മൾ സ്വീകരിച്ച നടപടികളുണ്ട്, നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്ന് മനസ്സിലാകുന്നുണ്ട്. പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തിരിച്ച് അത്തരമൊരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമോ എന്നുള്ളതാണ്. ഇതുവരെ രാകേഷ്, നമ്മൾ ഇതുവരെ സംയമനം പാലിക്കുകയായിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സിവിലിയൻസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ജനങ്ങളെ, നിരവധി ആളുകളെ അവർ കൊല ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ 27 ടൂറിസ്റ്റുകളെ കാശ്മീരിൽ കൊലപ്പെടുത്തി, പെഹൽഗാമിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അതിൽ വളരെ കൃത്യമായ പങ്കാളിത്തത്തിനുള്ള തെളിവുകൾ ലോകരാജ്യങ്ങൾ കൈമാറിയ ശേഷമാണ് ഇന്ത്യ ആക്രമണം ആരംഭിച്ചത്. ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഒരു പേരിട്ടൊക്കെ ആക്രമണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യയും സമാനമായ നടപടി സ്വീകരിക്കുമോ? രഞ്ജിത്ത്, ഇപ്പോൾ പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത് സൈന്യത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. സൈന്യത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 3 മിനിറ്റ് മുമ്പെയാണ് ഔദ്യോഗികമായി സൈന്യം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രകോപനം വർദ്ധിച്ച സാഹചര്യമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ തോതിൽ പ്രകോപനം കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ച് വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ സൈന്യം പറയുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യൻ ആകാശത്തെത്തി. പ്രധാനമായും അത് ലക്ഷ്യം വെച്ചിരുന്നത് അമൃത്സറിലെ ഖാസ കണ്ടോൺമെന്റ് ആണ്. പക്ഷേ നമ്മുടെ സേന അത് ഇടപെട്ടുകൊണ്ട് പ്രതിരോധ യൂണിറ്റുകൾ അതെല്ലാം തന്നെ തൽക്ഷണം നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ സൈന്യം ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരം ലംഘിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ശക്തമായ മറുപടി നൽകും. ആ ശ്രമങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആകാശത്തിന് താഴെ പതിക്കുന്ന ഏതാണ്ട് 5 സെക്കൻഡ് വരുന്ന ദൃശ്യം പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം താഴെ പതിച്ചതിന് ശേഷമുള്ള 2 ഇമേജ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സൈന്യം അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പുലർച്ചെയും ഇത്തരത്തിൽ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സൈന്യം. 5 മണിക്ക് അമൃത്സറിലെ ഖാസ കണ്ടോൺമെന്റ് മേഖലയിലാണ് ഇത്തരത്തിൽ ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായതെന്ന് കൂടി ഇപ്പോൾ സൈന്യം ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാൻ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, പ്രകോപനങ്ങൾ തുടരുന്നു. ഇന്ത്യയുടെ തിരിച്ചടി ഫലപ്രദമായി സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ പഞ്ചാബിലാണ് എന്ന് മനസ്സിലാക്കാം, അല്ലേ? പഞ്ചാബിൽ മുഖ്യമന്ത്രി, ആ പ്രദേശങ്ങൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ പഞ്ചാബിലെ പല മേഖലകളും, രജൌരി അടക്കം പല മേഖലകളിലും, പഞ്ചാബിലെ പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. സിവിലിയൻസിന്
ജീവഹാനി ഉണ്ടായ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് പക്ഷേ പ്രതിരോധിക്കാൻ വലിയ തോതിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജമ്മു കാശ്മീരിലും സമാനമായി തന്നെ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ എല്ലാ എയർബേസുകളും സേഫാണ് എന്ന് ഇതിനകം തന്നെ നമ്മുടെ സൈന്യം അറിയിച്ച പശ്ചാത്തലം ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ജീവഹാനി സംഭവിച്ച സാഹചര്യം സാധാരണക്കാർക്ക്. ഏതായാലും അതിർത്തി പ്രദേശങ്ങൾ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ഒട്ടും ശുഭകരമല്ല, ഒട്ടും സമാധാനപൂർണ്ണമായല്ല പാകിസ്ഥാൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഇത് കൃത്യമായി തന്നെ അല്പം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന തലക്കോട്ടോടുകൂടി ആർമി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. Pakistan's blatant escalation with drone strikes and other munitions continues along our western borders. In one such incident today at approximately 5 a.m., multiple enemy armed drones were spotted flying over Kasa cantonment, Amritsar. The hostile drones were instantly engaged and destroyed by our defense units. Pakistan's blatant attempt to violate India's sovereignty and endanger civilians is unacceptable എന്ന് അസന്നിഗ്ധമായി നമ്മുടെ സേന വ്യക്തമാക്കുകയാണ്. ഇന്ത്യൻ ആർമി വിൽ thwart enemy designs. ഇന്ത്യൻ ആർമി അത് വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല, അനുവദിച്ചുകൂടാ എന്ന് പറയുമ്പോൾ കൃത്യമായി അതിനുള്ള മറുപടി, അതിനുള്ള പ്രതിരോധം അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഇതിനകം തന്നെ നമ്മുടെ സേനകൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഒരു വിധത്തിലും പാകിസ്ഥാനെ സ്പെയർ ചെയ്യില്ല എന്ന് വ്യക്തമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ നമ്മുടെ സൈന്യം അറിയിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ കാണുന്നത് അമൃത്സറിലടക്കം ഈ അമൃത്സറിന് സമീപത്തൊക്കെ വീണ മിസൈലുകളുടെ ചില അവശിഷ്ടങ്ങൾ, ഡ്രോണുകളുടെയും മറ്റും ചില അവശിഷ്ടങ്ങൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ പാടത്താണ് ഈ ഡ്രോണുകൾ ഇന്ത്യൻ ആർമി വെടിവെച്ചിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ പരിഭ്രാന്തരാണ്, പക്ഷേ ഭരണകൂടം ആ ജാഗ്രത പുലർത്തുന്നുണ്ട്. പഞ്ചാബ് ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആ പ്രദേശം സന്ദർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നു, ജനങ്ങളുടെ ആശങ്കകൾ അവർ പങ്കുവെക്കുകയും മറ്റും ചെയ്യുന്നു. അവരുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുള്ള ജീവനോപാധികളടക്കം തിരികെ നൽകേണ്ട സാഹചര്യമുണ്ട്. പലരെയും ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറ്റിയ ആളുകൾ ഉണ്ട്. അവരൊക്കെ ഏറെ ദുഃഖത്തോടെയാണെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കലും മറ്റും ഉണ്ടാകുന്നത്. 32 വിമാനത്താവളങ്ങളാണ് ഈ മാസം 14 വരെ ഇന്ത്യ അടച്ചിട്ടിരിക്കുന്നത്. എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധന കൂടിയിട്ടുണ്ട്. ചണ്ഡീഗഡ്, ശ്രീനഗർ, അമൃത്സർ, ലുധിയാന, കുളു മണാലി, കിഷൻഗണ്ഡ്, പട്യാല, ഷിംല, കാംഗ്ര, ഭട്ടിൻഡ, ജയ്സൽമേർ എന്നീ വിമാനത്താവളങ്ങളും വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളും ഈ അടച്ചിട്ടവയുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ചണ്ഡീഗഡ്